प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा पर खुलूस आदाब എല്ലാ മക്കളെയും സൈലം ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയാണ് നമ്മുടെ പരീക്ഷ. വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഉറുദു പരീക്ഷ എഴുതണം. നാളെ നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് എളുപ്പത്തിൽ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ. എന്തായിരിക്കും ആ ചോദ്യം? അല്ലേ, നോക്കൂ മക്കളെ. ഇബാറത്ത് പഠിക്കർ സവാലോക്കെ ജവാബ് ലിഖിയേ. അല്ലെ, താഴെ ഒരു ലേഖനം തന്നിട്ടുണ്ട്. ആ ലേഖനം വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതണം. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്, അതേപോലെ ജവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമാണ്. അപ്പൊ താഴെയുള്ള ലേഖനം വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ ഇതേപോലുള്ള ഒരു ലേഖനം നമുക്ക് എന്ത് ചെയ്യാം? നാളത്തെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ആ ലേഖനം എന്താണ്? ഇനി ഈ ലേഖനം അല്ലെങ്കിൽ മറ്റൊരു ലേഖനമാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അത് വായിച്ചു നോക്കിയാൽ ലേഖനം മനസ്സിലാക്കുക എന്നുള്ളതാ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു കെ മഷഹൂർ ഷായിർ ഹൈ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദുവിന്റെ പ്രസിദ്ധനായ ഒരു കവിയാണ്. മഷഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധനായ, അല്ലെ, പ്രസിദ്ധനായ, മഷഹൂർ പ്രസിദ്ധനായ, ഫേമസ് ആയ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഷായിർ എന്ന് പറഞ്ഞാൽ കവിയാണ്. അപ്പൊ ഇത് ഇക്ബാലിനെ കുറിച്ച് നിങ്ങൾ 5ാം ക്ലാസ് മുതൽ നിങ്ങൾ കേൾക്കുന്നതാണ്, അല്ലെ. ഇക്ബാൽ എന്ന് പറയുമ്പോൾ ആലമേ യൗമേ ഉറുദു, ആലമി യൗമേ ഉറുദു നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെ. ലോക ഉറുദു ദിനം അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ പേരിലാണ് നാം ആചരിക്കുന്നത്, അല്ലെ. നമ്മുടെ സ്കൂളുകളിലൊക്കെ വിവിധ പരിപാടികളും അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ടാലന്റ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നേരിട്ട മക്കളാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ഇക്ബാലിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ലേഖനം വന്നാൽ നിങ്ങൾ തകർക്കുലടാ. അപ്പൊ നമുക്ക് നോക്കാം. 2ാം അതിൽ പറഞ്ഞത് എന്താ? സിയാൽകോട്ട് മേ, അല്ലെ, അവരെവിടെയാണ്? പൈദാഹുയി, സിയാൽകോട്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പൈദാഹുയി എന്ന ജനിച്ചത്, ജനിച്ചു. അപ്പൊ എവിടെയാണ്? സിയാൽകോട്ടിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ത് ചെയ്തു? ജനിച്ചു. അതേപോലെ എന്താ? ഉൻകി ഷായരി കി സബാൻ സീദി സാദി തി. അദ്ദേഹത്തിന്റെ കവിതയുടെ ഭാഷ എന്തായിരുന്നു? വളരെ ലളിതമായിരുന്നു, അല്ലെ. സീദി സാദി എന്ന് പറഞ്ഞാൽ ലളിതമായിരുന്നു. കവിതയുടെ ഭാഷ എന്തായിരുന്നു? വളരെ ലളിതമായിരുന്നു, ലളിതമായിരുന്നു. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഇനി ബാങ്കേദറ, അല്ലെ, ആ ബാങ്കേദറ ബാലെ ജിബ്രീൽ और ज़रबे कलीम उनकी शायरी के मजमूए, അദ്ദേഹത്തിന്റെ ആ സമാഹാരങ്ങളുടെ പേരാണ് ആ ബാങ്കേദറ ബാലെ ജിബ്രീൽ और ज़रबे कलीम എന്നുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്തു? അതും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഓക്കെ ആണോ? ഇനി 1938, അല്ലെ, 1938 को ലാഹോർ മേ, 1938 ലാഹോറിൽ എന്ത് ചെയ്തു? ഇന്തിക്കാൽ ഹുവ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു. 1938 എന്ത് ചെയ്തു? അദ്ദേഹം ലാഹോറിൽ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം സിയാൽകോട്ടിൽ ജനിക്കുകയും ലാഹോറിൽ മരണപ്പെടുകയും ചെയ്തു. ആ ലോകമെമ്പാടുമുള്ള ഉറുദു പ്രേമികൾ ആ നവംബർ 9 അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യും? ലോക ഉറുദു ദിനം ആചരിക്കാറൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജനനത്തോടനുബന്ധിച്ച് ലോക ഉറുദു ദിനം ആഘോഷിച്ച മക്കളാണ്. റെഡിയല്ലേ? ഇനി ഇതിൽ നിന്നും പറഞ്ഞതെന്താ? ഭാരത് പഠിക്കർ സവാലോക്കെ ജവാബ്. ലേഖനം വായിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ്. അപ്പോൾ ലേഖനം വായിച്ച് നമ്മൾ സെറ്റാക്കി. ഇക്ബാലിനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ വളരെ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ എന്താണ് ഞാൻ ചോദ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി ഇക്ബാലിനെ കുറിച്ച് മറ്റെന്ത് ചോദിച്ചാലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ലേഖനം നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇക്ബാലിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നമുക്ക് ആ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. അല്ലാമ ഇക്ബാൽ അല്ലാമ ഇക്ബാൽ ആരായിരുന്നു? എളുപ്പല്ല. ഫസ്റ്റത്തെ ആ ഒരു വരി വായിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടി. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു കെ, ഉറുദുവിന്റെ ആരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു കെ മഷഹൂർ ഷായിർ ഹെ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദുവിന്റെ ഒരു പ്രസിദ്ധനായ കവിയാണ് നമുക്ക് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും 1 മാർക്ക്, അല്ലെ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെ വരി വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ഉത്തരം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ ചോദ്യം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിൽ ചോദിച്ച 2ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? 2ാമതായി ചോദിച്ചത് അല്ലാമ ഇക്ബാൽ കഹാ പൈദാ ഹുയി. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എവിടെയാണ് ജനിച്ചത്? കഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ, അല്ലേ. അപ്പൊ കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. അപ്പൊ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആരായിരുന്നു എന്ന് ചോദിച്ചു. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ കോൻ എന്നുള്ള വാക്ക് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. 2ാമതായി നമ്മളോട് പറഞ്ഞത് കഹാം എന്നാണ്. കഹാം എവിടെ. അപ്പൊ എവിടെ എന്നത് കൊണ്ട് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എവിടെ ജനിച്ചു? അപ്പൊ നമുക്ക് എന്ത് പറയാം? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എവിടെ ജനിച്ചത്? സിയാൽകോട്ട് മേ പൈദാ ഹുയി. അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? സിയാൽകോട്ടിലാണ്.
അദ്ദേഹം ജനിച്ചിട്ടുള്ളത്? അതും നമ്മൾ എവിടെന്നെങ്കിലും കണ്ടെത്തിയതാണോ? ഇല്ല, നമ്മൾ ഈ ചോദ്യത്തിലെ ലേഖനം വായിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും നമുക്ക് കിട്ടിയതാ. രണ്ടെണ്ണം നമ്മൾ കറക്റ്റാക്കി ശരിയാക്കിയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ മൂന്നാമതായി ഇതിലൂടെ നമ്മളോട് ചോദിച്ചത് എന്താ? ഉൻകി ഷായിരി കി സബാൻ കൈസി തി, അദ്ദേഹത്തിന്റെ കവിതയുടെ ഭാഷ എന്തായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു? യെസ്, അതിന്റെ അടുത്തതായിട്ട് നമ്മളോട് പറയണ്ടേ, ഉൻകി ഷായിരി കി സബാൻ സീതി സാദി ഥി. അല്ലേ? വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്തിയോ? അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉൻകി ഷായിരി കി സബാൻ സീതി സാദി ഥി എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരവും നമുക്ക് എന്ത് ചെയ്യാം? ആ ലേഖനത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് ലഭിക്കും 4 മാർക്ക് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ഈ ഇക്ബാലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇക്ബാലിനെ കുറിച്ച് ബയോഡാറ്റ ചോദിച്ചാൽ പോലും ഇത് നമ്മൾ ഈ ലേഖനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. എളുപ്പത്തിൽ നമുക്ക് ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് 4 മാർക്ക് നിസ്സംശയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്ബാലിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സെറ്റല്ലടാ? അപ്പൊ ഇതേപോലുള്ള ഒരു ചോദ്യം നമുക്ക് നാളത്തെ പരീക്ഷയിൽ ഷുവർ ആയിട്ട് ചോദിക്കും. ഇക്ബാലിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അത് ലേഖനം തന്നിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എൻ്റെ മക്കൾ ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യൂലേ? ഉറപ്പല്ലടാ? സെറ്റല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോയുമായി മാഷ് വീണ്ടും വരും. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.